ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്ന വ്ലോഗ് എന്താണെന്ന് വെച്ചാൽ എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് 4 വർഷം അതിൽ കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ലാപ്ടോപ്സ് പരിചയപ്പെടുത്താനാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാം 60K ബിലോ ഉള്ള ലാപ്ടോപ്പാണ്. പിന്നെ നിങ്ങൾക്ക് 80K ബിലോയോ അതോ 50K ബിലോയോ വേണമെങ്കിൽ ഞാൻ അത് വീഡിയോ ചെയ്യുന്നതായിരിക്കും. പക്ഷെ ഇപ്പോൾ ഞാൻ 60K ബിലോയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു 50 to 60K റേഞ്ചിലുള്ള ലാപ്ടോപ്സ് ആണ്. ഇപ്പോൾ 50ക്കും ബിലോ ഒക്കെ എടുക്കുവാണെങ്കിൽ 4 വർഷം അത് നിൽക്കാനുള്ള ചാൻസ് ഒക്കെ വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ 50 to 60K ഒരു റേഞ്ചിൽ പറയുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് ബിടെക്കിന് ജസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലെയാണ്. കാരണം ഞാൻ 80K ആ ഒരു 80K അണ്ടറിൽ വരുന്ന ഒരു ലാപ്ടോപ്പ് ഇട്ടപ്പോൾ ആരോ പറഞ്ഞിരുന്നു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വേണം. അതുകൊണ്ടാണ് 50 to 60K ഇടയിലുള്ള ഒരു ലാപ്ടോപ്സ് പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ ആർക്കെങ്കിലും 80K ബിലോയോ 50K ബിലോയോ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ഇട്ടാൽ മതി. ഞാൻ അതും വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വ്ലോഗിലേക്ക് പോകാം. അപ്പൊ ഞാൻ ഒരു 10 ലാപ്ടോപ്പാണ് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യമേ തന്നെ ഹെവി യൂസേജിന് പറ്റുന്ന ലാപ്ടോപ്സ് ആണ് പറയുന്നത്. HP Victus, Acer Nitro 5, Lenovo IdeaPad Gaming 3 ലാപ്ടോപ്പ്, MSI Bravo 15. അപ്പോൾ ഈ ഒരു 4 ഹെവി യൂസേജിന് പറ്റുന്ന ലാപ്ടോപ്സ് ആണ്. പിന്നെ ലൈറ്റ് യൂസേജും നല്ല ബാറ്ററി ബാക്കപ്പ് ഒക്കെ ഉള്ള ലാപ്ടോപ്സ് ആണ് അടുത്ത പറയുന്നത്. Dell 15 Thin and Light ലാപ്ടോപ്പ്, Acer Aspire 7, Asus VivoBook 16X, Lenovo IdeaPad Slim 5, HP Envy Dell Inspiration 15 5000. അപ്പോൾ ഈ ലാപ്ടോപ്സിന്റെ പേര് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ കൊടുത്തേക്കാം. ഇതെല്ലാം 50 to 60K റേഞ്ചിന്റെ ഇടയിലാണ്. അപ്പൊ ആദ്യം പറഞ്ഞ 4 കേട്ടോ, ഒരു ഹെവി യൂസേജ് ഒക്കെ പറ്റിയ ഒരു ലാപ്ടോപ്പ്. പിന്നെ എല്ലാം ഈ 10 നല്ലതാണ്. നിങ്ങൾ ഇതിൽ ഏത് വാങ്ങിയാലും നിങ്ങൾക്ക് 4 വർഷം അതിൽ കൂടുതലും തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഈ ഓരോന്നിന്റെയും ഡീറ്റെയിൽസ് എടുത്ത് പറയാത്ത കാരണം നിങ്ങൾക്ക് ആ സൈറ്റിൽ കയറുമ്പോൾ തന്നെ അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും കിടപ്പുണ്ട്. പിന്നെ വെറുതെ അതെല്ലാം പറഞ്ഞ് വീഡിയോ ലെങ്ത് കൂട്ടണമെന്ന് വിചാരിച്ചാണ് ഓരോന്ന് എടുത്തെടുത്ത് പറയാവുന്നത്. ആദ്യത്തെ 4 ഹെവി യൂസേജ്, പിന്നെ ബാക്കിയെല്ലാം ലൈറ്റ് യൂസേജ് ആണ്. പിന്നെ ബാറ്ററി ബാക്കപ്പ് എല്ലാത്തിനും ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിന്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്തേക്കാം. ഇതിന്റെ പേരും നിങ്ങൾക്ക് പേരിനിപ്പോൾ ഡൗട്ട് വന്നെങ്കിൽ ഞാൻ പേര് കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം. ഇതിന്റെ എല്ലാത്തിന്റെ പേരും അതിന്റെ ലിങ്കും. അപ്പോൾ ഇതൊക്കെയാണ് 50 to 60K റേഞ്ചിൽ വരുന്ന ലാപ്ടോപ്സ്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് ലാപ്ടോപ്പ് വേണം ഞാൻ അത്ര നിർബന്ധമായിട്ട് പറയത്തില്ല. പക്ഷെ സെക്കൻഡ് ഇയർ തൊട്ട് നിങ്ങൾക്ക് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. കാരണം നിങ്ങൾക്ക് പുറത്ത് പോയി ഇന്റേൺഷിപ്പ് ചെയ്യണമെങ്കിലോ ഒരു വർക്ക്ഷോപ്പിനൊക്കെ ആണെങ്കിലും ലാപ്ടോപ്പിന്റെ ആവശ്യം വളരെ കൂടുതലാണ് ബിടെക് പഠിക്കുമ്പോൾ. അപ്പോൾ നിങ്ങളെല്ലാവരും സെക്കൻഡ് ഇയർ തൊട്ട് ലാപ്ടോപ്പ് വാങ്ങുവാണെങ്കിൽ നല്ലതാണ്. പിന്നെ ഗായ്സ്, ഇനി വരുന്ന വ്ളോഗ്സിൽ ഞാൻ സ്റ്റഡി വ്ളോഗ്സ് ആയിരിക്കും കൂടുതൽ ചെയ്യുന്നത്. കാരണം എനിക്ക് സീരീസ് എക്സാം 1 വരുന്നുണ്ട്. September 9th ഞങ്ങളുടെ സീരീസ് എക്സാം തുടങ്ങുന്നത്. അപ്പോൾ ഇനി ഒരു 5 days ഹോളിഡേസ് ആട്ടോ. അപ്പോൾ എനിക്കിനി തേഴ്സ്ഡേ ആണ് ക്ലാസ് തുടങ്ങുന്നത്. അന്ന് തന്നെ ആട്ടോ ഫസ്റ്റ് ഇയറിനും ഞങ്ങളുടെ കോളേജിൽ ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ പുതിയതായിട്ട് വരുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. പിന്നെന്താ, അപ്പൊ ഇനി വരുന്ന ഡേയ്സിൽ ഞാൻ സ്റ്റഡി വ്ളോഗ്സ് ആയിരിക്കും കൂടുതൽ ചെയ്യുന്നത്. അതും ഞാൻ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വളരെ ചാൻസ് കുറവാണ്. സ്റ്റഡി വ്ളോഗ് ഞാൻ ഒരു 2 ദിവസം 3 ദിവസം കഴിയുമ്പോൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇതുപോലെ കാണാൻ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. ബൈ.